വിശ്വസിച്ച് കൂടെ നിന്നിട്ട് അവരങ്ങനെ ചെയ്തല്ലോ. ഇങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടോ? അമ്മേ, എന്നോട് കൂട്ടുകൂടാവർന്ന് എല്ലാവരെയും വിശ്വസിക്കാവോ? വിശ്വാസം നല്ലതാണ്, പക്ഷെ അത് എങ്ങനെയുള്ളവരെ ആയിരിക്കണം എന്നുള്ളതാണ് പ്രധാനം. അതാണ് പഞ്ചതന്ത്രത്തിലെ മൂന്നാമത്തെ തന്ത്രം, കാകുലോക്യം. പണ്ടൊരു കാട്ടിൽ ഒരു മരത്തിൽ കുറെ കാക്കകൾ താമസിച്ചിരുന്നു. കുറച്ചകലെയായി മറ്റൊരിടത്ത് മൂങ്ങരാജാവും കൂട്ടരും. കാക്കകളും മൂങ്ങകളും പണ്ടേ ശത്രുക്കളാണ്. ഒരു ദിവസം രാത്രി മൂങ്ങ സൈന്യം കാക്കവേട്ടയ്ക്കിറങ്ങി. കണ്ണിൽപ്പെട്ട കാക്കകളെ എല്ലാം അവർ കൊത്തിക്കൊന്നു. കുറച്ച് കാക്കകൾ മാത്രം എങ്ങനെയോ രക്ഷപ്പെട്ട് മറ്റൊരു മരത്തിൽ ചേക്കേറി. മൂങ്ങകളെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ലെന്ന് അവർ നിശ്ചയിച്ചു. അതിനായി ഒരു കാക്ക ചത്തുകിടന്ന കാക്കകളുടെ ചോരയെല്ലാം ദേഹത്ത് തേച്ച് വികൃത വേഷത്തിൽ മൂങ്ങകളുടെ കൊട്ടാരത്തിലെത്തി. താൻ കാക്കകളുടെ സദസ്സിൽ മൂങ്ങരാജാവിൻ്റെ ബുദ്ധിയെയും ശക്തിയെയും സ്തുതിച്ചു പറഞ്ഞെന്നും അത് കാരണം കാക്കകൾ എല്ലാവരും കൂടി തന്നെ ആക്രമിച്ചെന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് താൻ മൂങ്ങരാജാവിൻ്റെ അടുത്ത് വന്നതെന്നും പറഞ്ഞു. മൂങ്ങരാജാവ് അവനെ വിശ്വസിച്ച് അഭയവും കൊടുത്തു. പകൽ സമയം മൂങ്ങകളെല്ലാം നല്ല ഉറക്കമായിരിക്കും. അപ്പോൾ കാക്ക ഉണങ്ങിയ ഇലകളും പുല്ലുകളും കൊണ്ട് കൊട്ടാരം അലങ്കരിക്കും. രാത്രി മൂങ്ങകൾ ഉണർന്ന് കാക്കയുടെ കരുവിരുത് കണ്ട് പ്രശംസിക്കും. അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞു. അടുത്തൊരു ദിവസം സൂര്യൻ ഉദിച്ചു. മൂങ്ങകളെല്ലാം ഉറക്കമായി. ഈ സമയം കാക്ക മൂങ്ങകളുടെ കൊട്ടാരത്തിന് തീ വെച്ചു. പെട്ടെന്ന് തന്നെ മൂങ്ങയുടെ കൊട്ടാരം മുഴുവൻ കത്തിയെരിഞ്ഞു. മൂങ്ങകളും ഓരോന്നോരോന്നായി ചത്തൊടുങ്ങി. കുഞ്ഞി, നിന്റെ ജീവിതത്തിലും ചിലരെങ്കിലും ഇതുപോലെ സൗഹൃദം നടിച്ചു വരും. അതുകൊണ്ട് ഈ ഒരു തന്ത്രം എന്നും നിന്റെ ഓർമ്മയിൽ ഉണ്ടാവണം. ശരി അമ്മേ, ഞാനിത് ഒരിക്കലും മറക്കില്ല. എല്ലാവരെയും പേടിക്കണമെന്നല്ല പഞ്ചതന്ത്രം പഠിപ്പിച്ചത്, വിശ്വസിക്കുന്നതിനു മുമ്പ് ശ്രദ്ധിക്കണം എന്നാണ്. അടുത്ത തന്ത്രത്തിനായി ഫോളോ ചെയ്യൂ.